നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നെന്ന് ആക്ഷേപം. അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ ധർണ. അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നും ധീവരസഭ. പുനലൂർ KSRTC ഡിപ്പോയോട് അവഗണനയെന്ന് ആക്ഷേപം. പുതിയ ബസ്സുകൾ നൽകുന്നത് വൈകുന്നു. ദീർഘദൂര ബസ്സുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിലൊതുങ്ങി. വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ. കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. അവാർഡ് വിതരണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശവാസികളോടും ഉൾനാടൻ മത്സ്യമേഖലയോടും മത്സ്യത്തൊഴിലാളികളോടും അവഗണന കാട്ടുന്നെന്നാരോപിച്ചായിരുന്നു ധർണ. അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നും ധീവരസഭ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശവാസികളോടും ഉൾനാടൻ മത്സ്യമേഖലയോടും മത്സ്യത്തൊഴിലാളികളോടും അവഗണന കാട്ടുകയാണെന്നാരോപിച്ചാണ് അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. അഖില കേരള ധീവരസഭ കൊല്ലം ജില്ലാ കമ്മിറ്റി ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കപ്പലപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അടിയന്തരമായി നീക്കം ചെയ്യുക, കണ്ടെയ്നറിൽ തട്ടി വലകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം അനുവദിക്കുക, തീരദേശ ഹൈവേ വെള്ളനാതുരത്ത് കോവിൽത്തോട്ടം വഴി പുത്തൻതെരുവിലെത്തിച്ചേരുന്ന രീതിയിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തുക, തീരം നശിക്കുന്നതിന് കാരണമാകുന്ന ബീച്ച് വാഷിംഗ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ കരിമണൽ ഖനനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധീവരസഭ ഉന്നയിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ കണ്ടെയ്നറുകളിലും കപ്പലിന്റെ അവശിഷ്ടങ്ങളിലും തട്ടി മത്സ്യത്തൊഴിലാളികളുടെ വെള്ളവും വലയും ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കനുസരിച്ചാണെങ്കിൽ പ്രതിമാസം ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് 35,000 രൂപയുടെ നഷ്ടമാണ് പ്രതിമാസം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. കാരണം വലയും വള്ളവും മത്സ്യബന്ധനോപകരണങ്ങളും ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒന്ന്, മത്സ്യസമ്പത്തിന്റെ ശോഷണവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന്. വളരെ ശാസ്ത്രീയമായ നിലയിൽ പഠനം നടത്തിയിട്ടാണ് അവർ പറയുന്നത് പ്രതിമാസം 35,000 രൂപയുടെ നഷ്ടമാണ് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാര തുക നൽകാൻ ഇനിയും സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി B പ്രിയകുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവ ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നാടകോത്സവത്തിന് സമാപനമായി. 5 ദിവസത്തെ നാടകോത്സവത്തിനാണ് സമാപനമായത്. തഴവ ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ 5 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിനാണ് സമാപനമായത്. നാടകോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം പയ്യന്നൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ MLA CR മഹേഷ് 9 നാടകം 10 നാടകത്തോളം കാണുകയും ആ നാടകക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊരു നിരൂപണമായി അത് സമൂഹ മാധ്യമം വഴി അതിന്റെ ഉണ്ടാകുന്ന പ്രമോഷൻ മോശമായിട്ട് എഴുതുന്നതല്ല, നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന്റെ അദ്ദേഹത്തിനുണ്ടായ പ്രചോദനം പുതിയ നമ്മുടെ നാടകക്കാർക്കിടയിൽ മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ചേട്ടൻ CR മനോജ് എന്റെ ആത്മസുഹൃത്തും എന്റെ സഹോദര തുല്യനുമായിരുന്നു. CR മനോജ് എഴുത്തുകാരനും സംവിധായകമായതുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ നാടകക്കാർ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടുത്തെവർക്കല്ലെന്നറിയാം. CRന്റെ അച്ഛൻ ഒരു നാടകകൃത്തായിരുന്നു. അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റി ഈ നാടിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനം ഒഴുകി വരുന്നത് കേവലമായ ഒന്നല്ല, എന്ത് നല്ല ആശയങ്ങളാണ്. ഓരോ നാടകവും എടുത്തു വെച്ച് നമ്മൾ പയ്യന്നൂർ അദ്ദേഹം അതിനെ സംബന്ധിച്ചെല്ലാം പറയും. ഓരോ നാടകവും എടുത്തു വെച്ച് പരിശോധിച്ചാൽ അതിന്റെ സന്ദേശങ്ങൾ നമ്മുടെ നാടിനെയാണ്, നമ്മുടെ കുടുംബത്തെയും എല്ലാം നവീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നവീകരിക്കപ്പെടുന്നതിന്റെ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. നാടകം നവീകരിച്ചു കേരളത്തെ മാത്രമല്ല, ഓണാട്ടുകാരെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തെ തന്നെ നവീകരിക്കപ്പെട്ട വലിയ പൈതൃകമുള്ള നാടാണ് കേരളം തന്നെ. അതിലെ ഏറ്റവും വലിയ സംഭാവന നൽകിയ സ്ഥലമാണ് ഓണാട്ടുകര. വയലാർ മാധവൻകുട്ടി പ്രതിഭകളെ ആദരിച്ചു.
മെഹർഖാൻ ചേന്നല്ലൂരിനും ആദരവ് നൽകി. പൂജ ആന്റണി മാത്യു, ടി രാജീവ്, സുശീലാമ്മ, കൈതവനത്തറ ശങ്കരൻകുട്ടി, ഓമനക്കുട്ടൻ മാഗ്ന, കെ സാജൻ, പുഷ്പരാജൻ, അനിൽ നാരായണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ KSRTC ഡിപ്പോയോട് അവഗണനയെന്ന് ആക്ഷേപം. പുതിയ ബസ്സുകൾ നൽകുന്നത് വൈകുന്നു. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. ദീർഘദൂര ബസ്സുകൾ ആരംഭിക്കണമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നു. KSRTCക്ക് പുതിയ ബസ്സുകൾ ലഭിച്ചിട്ടും പുനലൂർ ഡിപ്പോയോട് കടുത്ത അവഗണന കാട്ടുകയാണെന്നാണ് പരാതി. മറ്റ് ഡിപ്പോകൾക്ക് പുതുതായി ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ്, ലിങ്ക് ബസ്സുകൾ അനുവദിച്ചപ്പോൾ പുനലൂരിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് മാത്രമാണ് ലഭിച്ചത്. PS സുബാൽ MLA ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ്, മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇതുവരെയും നടപ്പായിട്ടില്ല. സമീപ ഡിപ്പോകളിൽ നിന്ന് പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോഴും പുനലൂരിലെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. പുതിയ ദീർഘദൂര സർവീസായ പത്തനാപുരം, കന്യാകുമാരി, തിരുവനന്തപുരം, തൊടുപുഴ സർവീസുകളും പുനലൂർ വഴിയല്ല സർവീസ് നടത്തുന്നത്. കിഴക്കൻ മേഖലയിലെ പ്രധാന ഡിപ്പോയായിട്ടും പുനലൂരിനെ അവഗണിക്കുന്നതിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. 4 വർഷം മുമ്പ് MLA പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കായംകുളം, പത്തനാപുരം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ചപ്പോഴും പുനലൂരിനെ അവഗണിക്കുകയാണ്. 2 വർഷം മുമ്പ് കളക്ഷൻ കുറഞ്ഞതിനാൽ നിർത്തിവച്ച പുനലൂർ മൂന്നാർ സർവീസ് ഫാസ്റ്റ് പാസഞ്ചറായി പുനരാരംഭിക്കുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 1.5 വർഷം മുമ്പ് ഡ്രൈവർ കം കണ്ടക്ടർമാരുടെ കുറവ് മൂലം നിർത്തിവച്ച പുനലൂർ വഴിക്കടവ് സർവീസും പുനരാരംഭിച്ചില്ല. 4 വർഷം മുമ്പ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രഖ്യാപിച്ച KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോഴും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. പ്രധാനപ്പെട്ട ഇന്റർസ്റ്റേറ്റ് ഡിപ്പോ ആയിട്ടും സ്വന്തമായി കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത ഡിപ്പോയാണിത്. മുനിസിപ്പൽ കംഫർട്ട് സ്റ്റേഷൻ രാത്രി 9 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഡിപ്പോയുടെ ഗ്യാരേജ്. മേൽക്കൂര തകർന്നതിനാൽ ജീവനക്കാർ ടാർപാളിൻ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്നത്. ഡിപ്പോയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ കാരണം അടുത്തിടെയുണ്ടായ 2 അപകടങ്ങളിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി ഡിപ്പോ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദർശിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ ആവശ്യപ്പെട്ടു. താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. അവാർഡ് വിതരണവും നടത്തി. കേരളത്തിലെ വിശ്വകർമ്മ സമുദായത്തിന് സർക്കാർ സർവീസിൽ 5% സംവരണം ലഭിക്കണമെന്നും സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധിയായി പ്രഖ്യാപിക്കണമെന്നും അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ്, PSC തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് വിശ്വകർമ്മ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ ആവശ്യം ഉന്നയിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാഘോഷവും അവാർഡ് വിതരണവും നടത്തിയ സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വാരണാപ്പള്ളി പോയി സംസ്കൃതം സമരം ചെയ്ത് പഠിച്ച ആളിന്റെ പേരാണ് ശ്രീനാരായണൻ. 8.5 ഏക്കർ ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും പള്ളിക്കൂടത്തിന്റെ പടിവാതിക്കൽ പ്രവേശിക്കാൻ അധികാരം കിട്ടാതിരുന്ന ആളിന്റെ പേരാണ് അയ്യങ്കാളി. ഇങ്ങനെ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല, നിലവിളക്ക് കത്തിച്ചു വെച്ച് പൂജിച്ചപ്പോൾ ഇവരെല്ലാം കൂടി അക്ഷരം നമുക്ക് തന്നതാണെന്നാണ്. പൂർണ്ണമായും അകറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ പോരാട്ടം നടത്തിയിട്ടാണ് അക്ഷരം പഠിക്കാനും അകത്ത് പ്രവേശിക്കാനുമുള്ള അനുവാദം നേടിയെടുക്കുന്നത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് V രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. പ്രാധാന്യവും അതുപോലുള്ള ഗുണങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം വിശ്വകർമ്മജരുടെ പേരിൽ ധാരാളം സംഘടനകൾ പിറവിയെടുക്കുകയും ഒരുപാട് നേതാക്കൾ പിറവിയെടുക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാണ്. ആ നേതാക്കന്മാരുടെ ബാഹുല്യം കാരണം വിശ്വകർമ്മജരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും സംജാതമായി. അങ്ങനെ ഇരിക്കെയാണ് 1991 ഈ വിശ്വകർമ്മ സംഘടനകളെല്ലാം ഒന്നായിക്കൊണ്ട് കേരള വിശ്വകർമ്മ മഹാസഭ എന്ന സംഘടന രൂപീകരിച്ചുവെങ്കിലും അതും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ എത്താതെയായി. കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അവാർഡ് വിതരണം നിർവഹിച്ചു. PN സുരേഷ്, ഗോപാലകൃഷ്ണൻ പ്രയാർ, രാജു, MS ഷിബു, അജിത R എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൂജ, ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് യാത്രാ തിരക്ക് കുറയ്ക്കാൻ ചെന്നൈയിൽ നിന്നും പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചു. എന്നാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേക തീവണ്ടികളൊന്നും അനുവദിച്ചില്ല. നാഗർകോവിൽ, തിരുനെൽവേലി, ചെങ്കോട്ട, പോത്തന്നൂർ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്കാണ് തീവണ്ടികൾ അനുവദിച്ചത്. എല്ലാ തീവണ്ടികളും ഇരുഭാഗത്തേക്കുമായി 10 സർവീസുകൾ വീതം നടത്തുന്നുണ്ട്.
നാഗർകോവിൽ താമ്പരം, ചെന്നൈ സെൻട്രൽ പോത്തന്നൂർ, ചെന്നൈ സെൻട്രൽ ചെങ്കോട്ട, തിരുനെൽവേലി ചെന്നൈ എഗ്മോർ തൂത്തുക്കുടി, നാഗർകോവിൽ ചെന്നൈ സെൻട്രൽ ട്രെയിനുകളാണ് പുതുതായി അനുവദിച്ചത്. പൂജ, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചെന്നൈയിൽ നിന്ന് ഈ തീവണ്ടികൾ പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു തീവണ്ടി പോലും സദേൺ റെയിൽവേ അനുവദിച്ചിട്ടില്ല. ചെന്നൈയിൽ നിന്ന് നാഗർകോവിൽ, തിരുനെൽവേലി, ചെങ്കോട്ട, പോത്തന്നൂർ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചിട്ടുള്ളത്. നാഗർകോവിൽ താമ്പരം ട്രെയിൻ സെപ്റ്റംബർ 28, ഒക്ടോബർ 5, 12, 19, 26 തീയതികളിലാണ് സർവീസ് നടത്തുന്നത്. താമ്പരത്ത് നിന്ന് സെപ്റ്റംബർ 29, ഒക്ടോബർ 6, 13, 20, 27 തീയതികളിൽ സർവീസ് നടത്തും. ചെന്നൈ സെൻട്രൽ പോത്തന്നൂർ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 25, ഒക്ടോബർ 2, 9, 16, 23 തീയതികളിലും പോത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 25, ഒക്ടോബർ 3, 10, 17, 24 തീയതികളിലുമാണ് സർവീസ് നടത്തുന്നത്. ചെന്നൈ സെൻട്രൽ ചെങ്കോട്ട പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 24, ഒക്ടോബർ 1, 8, 15, 22 തീയതികളിൽ സർവീസ് നടത്തും. ചെങ്കോട്ടയിൽ നിന്ന് സെപ്റ്റംബർ 25, ഒക്ടോബർ 2, 9, 16, 23 തീയതികളിലാണ് സർവീസ് നടത്തുക. തിരുനെൽവേലി ചെന്നൈ എഗ്മോർ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 25, ഒക്ടോബർ 2, 9, 16, 23 തീയതികളിലും എഗ്മോറിൽ നിന്ന് സെപ്റ്റംബർ 26, ഒക്ടോബർ 3, 10, 17, 24 എന്നീ തീയതികളിലും സർവീസ് നടത്തും. എഗ്മോർ തൂത്തുക്കുടി പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 29, ഒക്ടോബർ 6, 13, 20, 27 തീയതികളിലും എഗ്മോറിൽ നിന്ന് സെപ്റ്റംബർ 30, ഒക്ടോബർ 6, 13, 20, 27 തീയതികളിലുമാണ് സർവീസ് നടത്തുക. നാഗർകോവിൽ ചെന്നൈ സെൻട്രൽ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 30, ഒക്ടോബർ 7, 14, 21, 28 തീയതികളിലും ചെന്നൈ സെൻട്രലിൽ നിന്ന് ഒക്ടോബർ 1, 8, 15, 22, 29 തീയതികളിലുമായിരിക്കും സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. ദ്വിദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചവറ BRCയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചവറ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിവിധ കാറ്റഗറികളിൽ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ കേരളം ചവറ BRCയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ 13-ാം തീയതി നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലോത്സവം നടത്തിയിരുന്നു. അന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ പ്രകടനങ്ങളെല്ലാം തന്നെ. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയായിരുന്നു ഇവരുടെ കഴിവുകളെല്ലാം കണ്ട്. കാരണം നമ്മുടെ കെവിനായാലും കെവിന്റെ ഒരു കവിത ആലപിച്ചു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ പ്രകടനങ്ങൾ കണ്ട് ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം അവരുടെ മാതാപിതാക്കളെ അങ്ങേയറ്റം ആദരിക്കുകയാണ്. വിദ്യാകരണ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയം അധ്യക്ഷത വഹിച്ചു. ഒരു കുട്ടിയെ ഒരു ദിവസം തെറാപ്പിക്ക് ഡോക്ടറെ വിളിച്ചുകൊണ്ട് എത്തിക്കാൻ വേണ്ടി ചിലവാകുന്ന പണത്തിന്റെ പ്രശ്നം, ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്നാൽ ശരിയായ നിലയിൽ കുട്ടികളുടെ സ്വകാര്യത, ഒരു 14-15 വയസ്സ് വരെയുള്ള 16 വയസ്സുള്ള പെൺകുട്ടികളടക്കം നമ്മുടെ തെറാപ്പി സേവനം ലഭിക്കുന്നവർ. അപ്പോൾ അവരുടെ 16 വയസ്സുള്ള പെൺകുട്ടിയെ നമ്മളൊരു തെറാപ്പി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്വകാര്യത അവരെ പ്രവർത്തിച്ച് തെറാപ്പി കൊടുക്കാനുള്ള സംവിധാനമൊന്നും ഈ ഗവൺമെന്റില്ല. അപ്പോൾ അതൊരു പരിഹാരമായി ഞങ്ങളവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വരികയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത TK, BRCയിലെ അധ്യാപക പരിശീലകരായ സബിത S, മേരി ഉഷ P, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ശുഭകുമാരി, ഡാലമ്മ ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു. ചലനപരിമിതിയുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പിന് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റിൻസി നേതൃത്വം നൽകി. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായി സെപ്റ്റംബർ 18 നടക്കുന്ന ക്യാമ്പിന് കരുനാഗപ്പള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ENT ഡോക്ടർ പ്രശാന്ത് കുമാർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ചവറ. വിശ്വകർമ്മ ദിനാഘോഷം പുനലൂരിൽ നടത്തി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. ശക്തി നൽകണേ സർവേശ്വരാജൽ സൃഷ്ടികർത്താവേ ദേവാ നമോസ്തുതേ. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാഘോഷം നടത്തിയത്. ഡയറക്ടർ ബോർഡ് അംഗം അഭികുമാർ വെൺപാല ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് ഏത് രാഷ്ട്രീയ പ്രസംഗമായിക്കോട്ടെ അതിന് മുഖ്യധാരയിലേക്ക് ഉയരുന്നില്ല. എന്താണ് ഈ വിശ്വകർമ്മ സഭയുടെ യോജനകൾ സഭയുടെ നേതൃത്വങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല. സഭയുടെ പ്രവർത്തനങ്ങളുമായി അവർ ഇടപെടുന്നില്ല.
ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു 45-50 ആൾക്കാരാണ്. യുവജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. നമ്മുടെ കൂട്ടത്തിൽ വിശ്വകർമ്മരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വിശ്വകർമ്മ സഭ ആയിക്കോട്ടെ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതൊരു സംഘടന ആയിക്കോട്ടെ, ബട്ട് നമ്മുടെ സംഘടനയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം ഇല്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് യുവാക്കൾ നമ്മുടെ സംഘടനകളിലേക്ക് അല്ലെങ്കിൽ സംഘടനകളുടെ തലപ്പത്തേക്ക് മുന്നോട്ട് വരാത്തത്? നമുക്കറിയാമോ, വളരെ പാടുപെട്ട കേരള വിശ്വകർമ്മ സഭയായിരുന്ന സമയത്തും അഖില കേരള വിശ്വകർമ്മ സഭയായിരുന്ന സമയത്തും ഗവൺമെന്റിന് മുമ്പിൽ നിരന്തരമായ സമരങ്ങൾ ചെയ്തുകൊണ്ടാണ് 2% വിദ്യാഭ്യാസ സംവരണം ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ ആ 2% കൊണ്ട് എത്രത്തോളം വിശ്വകർമ്മർക്ക് അത് ഗുണപ്രദമായി വർദ്ധിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ചോദിക്കുന്നതാണ്. വിശ്വകർമ്മ സഭ സൗഹൃദനിധി സ്ഥാപകൻ ഷാജി ആരിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഹൃദയത്തിൽ ഉദിച്ച മുഖത്ത് പൊട്ടിവിരിയുകയാണ്. ഹൃദയത്തിൽ ഉദിച്ച മുഖത്ത് പൊട്ടിവിരിയുന്ന പുഞ്ചിരിയുടെ സ്വാധീന ശക്തി അനിർവചനീയമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞാനിവിടെ നൽകാൻ പോകുന്ന സന്ദേശം നിങ്ങൾ കാതുകൊണ്ടല്ല കേൾക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കണം. ഇന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വബ്രഹ്മ മഹാമന്ത്രത്തോടു കൂടി ആരംഭിക്കാം. ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒന്ന് ധ്യാനനിരതരായി. നാഗശൂലപിനാകിനം മേലും ഗീണം ജപാണം ച ശംഖുചക്രപ്രകീർത്തിതം കോടിസൂര്യപ്രതീകാശം സർവജീവദയാപരം ദേവദേവ മഹാദേവം വിശ്വബ്രഹ്മ ജഗദ്ഗുരു ഓം ശ്രീവിരാട് വിശ്വകർമ്മ പരബ്രഹ്മണേ നമഃ. ജ്ഞാനാനന്ദമയം ദേവ പഞ്ചകൃത്യപരായണം. യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ശശികുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ അംഗങ്ങളെയും ശാഖാംഗങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം അഭികുമാർ വെൺപാലയെ യൂണിയൻ സെക്രട്ടറി ശശികുമാറും സൗഹൃദനിധി സ്ഥാപകൻ ഷാജി ആര്യമംഗലത്തിനെ യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണനും ആദരിച്ചു. മുൻകാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട പല സ്വത്തുവകകളും പിടിച്ചെടുക്കാനും വേണ്ടി ധീരമായി കോടതിയിൽ കയറി കേസിന്റെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം യൂണിയന് വൻപിച്ച സാമ്പത്തിക ബാധ്യതയെപ്പറ്റി സമ്പന്നനായിട്ടുണ്ട്. വസ്തുവിന്റെ അവകാശം മാത്രമല്ല, ഏകദേശം ബാങ്കിൽ കിടന്ന ക്യാഷ് ഉൾപ്പെടെയൊക്കെയുള്ള ഒരു മുൻ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു വ്യക്തി ഇന്ന് 5 പരിപാടി നടക്കുന്നുണ്ട്. എന്നോട് പലരും ചോദിക്കുന്നു, 5 മഹാസഭയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ഐക്യവേദി എന്ന പേരിൽ BSSനെ ചേർത്തുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നു. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. യൂണിയൻ അംഗങ്ങളായ വിശ്വനാഥൻ, ബാബു വിയാചാരി, രാജഗോപാൽ അയലറ, രാജൻ നെടുമ്പാറ എന്നിവർക്കും ആദരവ് നൽകി. അഡ്വക്കേറ്റ് എൽ രാജേഷ്, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഓമന രാജഗോപാൽ, യൂണിയൻ അംഗം ബാബു വിയാചാരി, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മഞ്ഞമൻകാര രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSEBയുടെ ഇരട്ട ക്യാഷ് കൗണ്ടറുകൾ നിർത്തലാക്കും. വൈദ്യുതി ബിൽ 1000 രൂപ വരെയുള്ളത് മാത്രം പണമായി സ്വീകരിച്ചാൽ മതിയെന്ന തീരുമാനം കർശനമായി നടപ്പാക്കാനും KSEB തീരുമാനിച്ചു. അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കണം. KSEBയുടെ 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളയിടത്ത് 1 നിർത്തലാക്കും. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരേ കൗണ്ടറേ ഇനി ഉണ്ടാവൂ. 8 മുതൽ 6 വരെ പണം സ്വീകരിച്ചിരുന്നത് 9 മുതൽ 3 വരെ മാത്രമാക്കും. 70% ബില്ലുകളും നിലവിൽ ഓൺലൈനാണ് അടയ്ക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. വൈദ്യുതി ബിൽ പണമായി സ്വീകരിക്കുന്നത് 1000 രൂപ വരെ മാത്രമാക്കും. 1000 രൂപയ്ക്ക് മുകളിലുള്ള വൈദ്യുതി ബില്ലുകൾ ഓൺലൈനായി തന്നെ അടയ്ക്കണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നു. 20-ന് രാവിലെ 9:30-ന് ശാസ്താംകോട്ട കോടതി സമുച്ചയത്തിൽ ഉദ്ഘാടനം നടക്കും. ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയും മന്ത്രി KN ബാലഗോപാൽ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി സെപ്റ്റംബർ 20-ന് ഉദ്ഘാടനം ചെയ്യും. ശാസ്താംകോട്ട കോടതി സമുച്ചയ അങ്കണത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതുപോലെയുള്ള ഒരു കോടതി, ഡിജിറ്റൽ ഫാമിലി കോടതി ഇവിടെ സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായി. ഡിജിറ്റൽ കോടതി എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവനും
ആളുകൾ പത്രപ്രവർത്തകർ, പത്രമാധ്യമങ്ങളിലെ ആളുകളാണ്, മീഡിയയുടെ സ്വന്തം ആളുകളാണ്. അവർക്കറിയാം, അവർക്ക് കിട്ടാത്ത ഒരു ന്യൂസും ഇല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സോഷ്യൽ സിസ്റ്റം തന്നെ എല്ലാം ഡിജിറ്റൽവൽക്കരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് പോവുകയാണ്. കോടതി ഭാഷ മുഴുവനും മാറുന്നു, ഔദ്യോഗിക ഭാഷകൾ മുഴുവനും അത് മാറുന്നു, എഴുത്തുകുത്തുകൾ മാറുന്നു, ഫയലിംഗ് സമ്പ്രദായം മാറുന്നു, പഴയ രീതിയിലുള്ള നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന എല്ലാ സംവിധാനവും മാറുന്നു. മന്ത്രി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിക്കും. ഡിജിറ്റൽ സാങ്കേതികതയുടെ സ്വിച്ച് ഓൺ കർമ്മം ജസ്റ്റിസ് സതീഷ് നൈനാൻ നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP, കേരള വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K സോമപ്രസാദ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. കൊല്ലം താലൂക്കിൽ 2 കോടതി വന്നു, ഫാമിലി കോടതി. കൊല്ലം ഫാമിലി കോടതിയും പരവൂർ കോടതിയും വന്നപ്പോഴും കുന്നത്തൂർ താലൂക്കിൽ പ്രത്യേക കോടതി വന്നില്ല. അപ്പോൾ ഈ ജില്ലയിൽ കോടതി ഇല്ലാത്ത താലൂക്ക്, കുടുംബ കോടതി ഇല്ലാത്ത താലൂക്ക് കുന്നത്തൂരായിരുന്നു എന്നുള്ള ആ ഒരു കുറവ് കൂടി പരിഹരിക്കപ്പെടുകയാണ്. അത് ഡിജിറ്റൽ കോടതി വന്നതോടുകൂടി അത് ഇന്ത്യയിലെ തന്നെ മാതൃകാ ഡിജിറ്റൽ കോടതി എന്ന നിലയിൽ നമ്മുടെ ശാസ്താംകോട്ടയ്ക്ക് കുന്നത്തൂരിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ആ ചടങ്ങ് എല്ലാ അർത്ഥത്തിലും നല്ലതാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നെന്ന് ആക്ഷേപം. അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ ധർണ. അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നും ധീവരസഭ. പുനലൂർ KSRTC ഡിപ്പോയോട് അവഗണനയെന്ന് ആക്ഷേപം. പുതിയ ബസ്സുകൾ നൽകുന്നത് വൈകുന്നു. ദീർഘദൂര ബസ്സുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിലൊതുങ്ങി. വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ. കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. അവാർഡ് വിതരണവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.